ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു തേയ്പ്പൂയത്തോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിൽ കാവടി പൂജ നടത്താറുണ്ട്. അപ്പോൾ ആ കാവടി പൂജയുടെ പ്രിപ്പറേഷൻസും പൂജ പ്രിപ്പറേഷൻസൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ക്ലീനിങ്ങും നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കലും മാറാല തട്ടലും വീടൊക്കെ ക്ലീൻ ചെയ്യലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂജ വിസിൽസൊക്കെ കഴുകിയതിന് ശേഷം പൂജ വിസിൽസിലൊക്കെ ചന്ദനം, മഞ്ഞൾ, കുങ്കുമം കൊണ്ട് കുങ്കുമമൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം നമ്മുടെ പാലക്കാട് അധികം ഞങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിലായിട്ടൊക്കെ പഴനിയിലേക്ക് പാദയാത്ര പോകുന്നവരും കുറേ കാവടികൾ വീട്ടിൽ വെച്ച് പൂജ കഴിച്ചിട്ട് നമ്മൾ കാവടി കൊണ്ട് പഴനിക്ക് നടന്നു പോകുന്നവരൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഇത് വലിയ വിശേഷമാണ്. ഒരു 10 ദിവസം മുമ്പ് മുതൽ തന്നെ നമ്മുടെ ഏരിയയിലൊക്കെ കാവടി പൂജ ചെയ്യലും സദ്യ ആൾക്കാരെ ക്ഷണിച്ച് സദ്യ കൊടുക്കലും കാവടി കളിക്കലും അതുപോലെ പാദയാത്രയായിട്ട് പഴനിക്ക് നടന്നു പോകാനും അങ്ങനെയൊക്കെ നല്ല ഒരു സുഖമുള്ള രസവും ഒക്കെ ഉള്ള കാര്യമാണ് കേട്ടോ. അവിടെയൊക്കെ അത് നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ആ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് പൂജാ സാധനങ്ങളിലൊക്കെ ഇങ്ങനെ ചന്ദനം, കുങ്കുമം ഒക്കെ ഇട്ടിട്ട് ഞാൻ അതിൽ ചന്ദനം ഇട്ട് കൊടുക്കുന്ന ചന്ദനം, മഞ്ഞളും പിന്നെ പനിനീരും പിന്നെന്താ മഞ്ഞളും ചന്ദനം പിന്നെ ജവ്വാദും കൂടി കേട്ടോ. ജവ്വാദും കൂടി ഇട്ടിട്ടാട്ടോ ഞാനിങ്ങനെ വിളക്കിലൊക്കെ ചന്ദനം ഇതൊക്കെ വയ്ക്കുക. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് എനിക്കിങ്ങനെ വലിയ ഇഷ്ടമാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഇതേപോലെ തന്നെ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും പൂജ വെസിൽസൊക്കെ കഴുകിയിട്ട് വെള്ളിയാഴ്ച പൂജ കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതൊക്കെ ചെയ്ത് വയ്ക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ വെള്ളിയാഴ്ച വിളക്ക് കഴുകാറില്ല. വ്യാഴാഴ്ചകളിൽ തന്നെ എപ്പോഴും പൂജ വെസിൽസൊക്കെ കഴുകി ഇതുപോലെ ചന്ദനം, മഞ്ഞളും, കുങ്കുമമൊക്കെ വയ്ക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാ പൂജാ സാധനങ്ങളിലും ഉരുളിയിലും വിളക്കിലും അതുപോലെ വിഗ്രഹങ്ങളിലും ഒക്കെ ഇങ്ങനെ ചന്ദനം, മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പൂജാമുറിയൊക്കെ ഞാൻ മുമ്പത്തെ ദിവസം തന്നെ മാറാല തട്ടുമ്പോൾ തന്നെ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഫോട്ടോസൊന്നും തുടച്ച് ചന്ദനം, മഞ്ഞളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വിളക്കിലൊക്കെ വെച്ചതിന് ശേഷം ഫോട്ടോസിലൊക്കെ ചന്ദനം, മഞ്ഞളും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ.
ഇപ്പം നമുക്ക് ഞാൻ എല്ലാത്തിലും ചന്ദനം കുങ്കുമമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് എല്ലാതും ആ തട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് പൂജാമുറിയിലത്തെ ഫോട്ടോസിനൊക്കെ ചന്ദനം മഞ്ഞളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ പൂജ വെസിൽസൊക്കെ കഴുകുന്നത് നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡും അതിൽ പുതിയ സ്ക്രബ് ഉപയോഗിക്കട്ടെ. നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബൊന്നും ഞാൻ പൂജ വെസിൽസൊന്നും കഴുകാൻ എടുക്കാറില്ല. ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വെസിൽസ് കഴുകണ ഒരു സ്ക്രബ് വയ്ക്കും. അതിന് ശേഷം നമ്മൾ സോപ്പൊക്കെ ലിക്വിഡൊക്കെ തേച്ചതിന് ശേഷം പുളിയും ഉപ്പും കൂടി തേക്കട്ടെ. ഉപ്പ് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വേറെ കളർ വരും, അല്ലെങ്കിൽ പുളി മാത്രമായിട്ടും തേച്ചിട്ടാട്ടോ ഞാൻ കഴുകാറ്. അല്ലാതെ വേറെ ഏത് ലിക്വിഡൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ശേഷം അത് ഫോട്ടോസിലൊക്കെ ചന്ദനം മഞ്ഞളും ഒക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുങ്കുമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഫോട്ടോസിലൊക്കെ ചന്ദനം കുങ്കുമം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പൂജാമുറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിലും മയിലും ഉണ്ട് കേട്ടോ. ഞങ്ങളത് പറഞ്ഞ് ചെയ്യിച്ചാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇങ്ങനെ ചന്ദനം മഞ്ഞളും കുങ്കുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു വെയിലും മയിലും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അത് നോക്കി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഞാനൊരു മുരുക ഭക്തയെ കൂടിയാണ്. ഈ മുരുകനോട് അത്രയും ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മൾ അതുപോലെ നടത്തിത്തരുന്ന ഭഗവാനാണ് മുരുകൻ. നമുക്ക് കുറേയൊക്കെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തരുമായിരിക്കും, പക്ഷെ നമ്മളെ ഒരുപാട് ആപത്തുകളിലൊന്നും നമ്മൾ പോയി പെടാതെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് എപ്പോഴും പല കഷ്ടങ്ങളും വരുമ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് വളരെ എന്തൊക്കെയേ നമുക്ക് വന്നു പോകേണ്ട സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് അത്രയും ആപത്തുകളൊന്നും വന്ന് പെടാതെ പോകുന്ന പോലെ എനിക്ക് പല കാര്യങ്ങളിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ സങ്കടങ്ങളിലൊക്കെ നമുക്കൊരു ശക്തിയായി നിൽക്കുന്നതും, അതുപോലെ ഞാൻ മുരുകനെ കണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടം വരും കേട്ടോ. എന്തിനാണ് നമ്മൾ സങ്കടം വരുന്നത്, എന്തിനാണ് കരയണതെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് അത്രയും നമ്മൾ മനസ്സ് അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര ആപത്താണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നന്നായി നമ്മുടെ സങ്കടങ്ങളും എല്ലാം നന്നായി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിലും നാളെ നമുക്ക് ഒരു നല്ലൊരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് തെളിഞ്ഞ് കാണുന്നതാണ് കേട്ടോ. മുരുകനെ പ്രാർത്ഥിച്ചവരെ നമ്മൾ ഭഗവാൻ കൈവിടില്ല. അപ്പോൾ എല്ലാവരും എന്ത് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് കഷ്ടപ്പെട്ടാലും നമുക്ക് എന്തായാലും ഈ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു നല്ല വശമായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ജീവിക്കും. അപ്പോൾ എല്ലാവരും മനസ്സ് വിടാതെ എന്ത് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നന്നായി മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക. നമുക്ക് നല്ലതേ വരുള്ളൂ കേട്ടോ.
അപ്പോൾ പൂജാമുറിയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാതും ക്ലീൻ ചെയ്തു, എല്ലാം ചന്ദനം കുങ്കുമൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തുളസി മടമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുളസി ചെടിയിലൊക്കെ ഒന്ന് നന്നായി വെള്ളമൊഴിച്ചിട്ട് നന്നായി വൃത്തിയാക്കി തുളസി ഇലയിലൊക്കെ മഞ്ഞളും കുങ്കുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തുളസി മടത്തിനും ചന്ദനം മഞ്ഞളും കുങ്കുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നാളെ പൂജ കഴിക്കുമ്പോഴത്തേനും ഒക്കെ റെഡിയായി വെക്കാം. അപ്പോൾ രാവിലെ പൂജ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് തുളസി മടത്തിലും തുളസി ഇലകളിലും ഒക്കെ ചന്ദനം കുങ്കുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിലും ഒക്കെ നമ്മൾ തുളസി മടത്തിന് പൂജ കഴിക്കുക കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ തുളസി മടമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തുളസി ഇലകളിൽ 16 ഇലകളിലും അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ വെക്കുകയാണെങ്കിലും അങ്ങനെ 16 ഇലകളിൽ നമ്മൾ അങ്ങനെ മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വിളക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളവും പൂവും തുളസിയും അങ്ങനെയൊക്കെ വെച്ച നമ്മൾ എന്തെങ്കിലും ഒരു നിവേദ്യമായിട്ട് ഒരു പഴമോ വെറ്റില അടയ്ക്ക 2 പഴം അങ്ങനെ എന്തെങ്കിലും ഒരു നിവേദ്യം കൂടി വെച്ച് നമ്മൾ തുളസി മടത്തിന് പൂജ കഴിക്കുകയാണെങ്കിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ചന്ദന ദീപധൂപ ആരാധനകളൊക്കെ ഒന്ന് കാണിക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും നമ്മുടെ കുടുംബത്തിന് നല്ല സമൃദ്ധി കിട്ടാനും നമ്മുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് പൈസ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കഷ്ടങ്ങളും ധനവരവിനും ഒക്കെ ആയിട്ട് നമ്മൾ ലക്ഷ്മി പൂജ തുളസി മടത്തിന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. ഞാൻ എപ്പോഴും നമ്മുടെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ച തുളസിമട പൂജ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ പോകാൻ നമ്മൾ ഈ തുളസി പൂജയൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് എത്ര സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമായിരിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്തു വരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ധനവരവിനും നമുക്ക് കടങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് മറികടന്ന് പോകാൻ നമുക്ക് ഈ തുളസി പൂജയൊക്കെ സഹായിക്കും കേട്ടോ. അപ്പം എല്ലാവരും ചെയ്യുക, ഒരു തുളസി മടമൊക്കെ വീട്ടിൽ വയ്ക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. അതിരാവിലെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കുമെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും അതിരാവിലെ നമ്മളൊരു 5:30 മണിക്ക് മുമ്പെങ്കിലും വീട്ടിൽ വിളക്ക് കത്തിക്കാൻ നോക്കുക. നമ്മളൊരു 41 ദിവസം അല്ലെങ്കിൽ 21 ദിവസം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് പൈസ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കുക. നമ്മുടെ പൂജാമുറിയിൽ ഒരു മണ്ണിൻ്റെ പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഒരു കുപ്പി പാത്രത്തിലോ അങ്ങനെ ഉപ്പ് നിറച്ച് വയ്ക്കുക, കല്ലുപ്പ് നിറച്ചിട്ട് അതിലൊരു മഞ്ഞളും ഒരു രൂപയുടെ കോയിനോ അങ്ങനെയൊക്കെ വെക്കുക കേട്ടോ. അതിന് നേർക്ക് നമുക്ക് കണ്ണാടി വരുന്ന പോലെ കണ്ണാടിയിൽ നമ്മൾ ഈ ചില്ലറ പൈസ കാണുന്നതും അതുപോലെ ഉപ്പും വെക്കുന്നതൊക്കെ ഇതൊക്കെ മഹാലക്ഷ്മിയുടെ ഒരു ഇതായിട്ട് കാണുന്നതാണ് നമ്മൾ കല്ലുപ്പൊക്കെ. അപ്പോൾ നമ്മൾ അത് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ധനവരവ് അധികം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.